അസ്സലാമു അലൈക്കും. കഴിഞ്ഞ ജനുവരി 5-ന് ഞാൻ അക്സ ട്രാവൽസിലൂടെ ഉംറയ്ക്ക് പോയിരുന്നു, ഞാനും ഭാര്യയും. അതിലേറ്റവും ഹൈലൈറ്റ് ആയത് അക്സ ട്രാവൽസിന് നേതൃത്വം നൽകുന്ന അമീറിൻ്റെ ഒരു പ്രത്യേകത തന്നെയായിരുന്നു. നമ്മൾ ഏത് ട്രാവൽസ് തിരഞ്ഞെടുക്കുമ്പോഴും ആ സ്ഥലത്തെപ്പറ്റി അറിവും പരിചയവുമുള്ള അമീറുമാരുള്ള ട്രാവൽസാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അക്സ ട്രാവൽസ് അതിന് ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ്. കഴിഞ്ഞ 15 ദിവസത്തിനുള്ളിൽ ജബലുന്നൂർ, ജബലു സൗർ, ഹുദൈബിയ, ത്വായിഫ്, മക്കയിലെ ഒരുപാട് പ്രദേശങ്ങൾ, അറഫ, മിന, മുസ്ദലിഫ, ഉഹുദ്, ബദർ, മക്കയിലെ മദീനയിലെ മറ്റു പല സ്ഥലങ്ങളൊക്കെ നമുക്ക് ചുരുങ്ങിയ സമയങ്ങൾ കൊണ്ട് അറിയാനും അവിടെ നിന്നുള്ള ചരിത്ര വിവരണങ്ങൾ കേൾക്കാനും അത് ഖുർആനിൻ്റെയും ഹദീസിൻ്റെയും അടിസ്ഥാനത്തിൽ കൃത്യമായി വിവരിച്ചു തരാനും ആ അമീറിന് കഴിഞ്ഞു. അത് പഠിക്കാനും നമുക്ക് കഴിഞ്ഞു എന്നതാണ് ഈ യാത്രയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത. അത് മാത്രമല്ല, ഞങ്ങളുടെ കഴിഞ്ഞ 14 ദിവസത്തെ യാത്രക്കിടയിൽ ഒരു തരത്തിലുള്ള പ്രയാസങ്ങളോ ബുദ്ധിമുട്ടുകളോ അനുഭവിച്ചിട്ടില്ല എന്നത് പ്രത്യേകം തന്നെ പറയാൻ ആഗ്രഹിക്കുകയാണ്. കാരണം സാധാരണ ട്രാവൽസിൽ ആളുകൾ കൂടുമ്പോൾ ആരോഗ്യ പ്രശ്നങ്ങൾ, അവരുമായി ബന്ധപ്പെട്ട പല ഇഷ്യൂസുകൾ ഉണ്ടാവാറുണ്ട്. പക്ഷേ ഞങ്ങളുടെ യാത്ര കോഴിക്കോട് നിന്ന് തുടങ്ങി ജിദ്ദയിൽ നേരിട്ടുള്ള ഫ്ലൈറ്റായിരുന്നു. അവിടെ നിന്നുള്ള വാഹന സൗകര്യങ്ങൾ, അതുപോലെ തന്നെ ഓരോ സ്ഥലങ്ങളിലേക്ക് പോകാനുള്ള വാഹന സൗകര്യങ്ങളൊക്കെ കൃത്യമായ പ്ലാനിങ്ങോട് കൂടിയിട്ടായിരുന്നു ഉണ്ടായിരുന്നത്. ഭക്ഷണവും അതുപോലെ തന്നെ താമസ സൗകര്യങ്ങളൊക്കെ നമുക്ക് വളരെയധികം ശ്രദ്ധേയമായിരുന്നു എന്ന് തന്നെ പറയാം. അതിലുപരിയായിട്ട് നമുക്ക് ഹറമിൽ വെച്ചുകൊണ്ട് നമ്മൾ സമയം ചിലവഴിക്കുമ്പോൾ വ്യത്യസ്ത ഭാഷക്കാരായ രാജ്യത്തിലെ വ്യത്യസ്ത ആളുകളുമായിട്ട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാൻ അമീറിൻ്റെ നേതൃത്വത്തിൽ അവസരം കൂടി ഉണ്ടായിരുന്നു എന്നത് ഈ ഉംറയിലെ ഒരു വലിയ ഒരു പ്രത്യേകതയായിട്ട് ഞാൻ മനസ്സിലാക്കുന്നു. ഒരുപാട് ഉംറ ചെയ്യുന്നവർക്കും അതിനുള്ള സൗകര്യം അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട് എന്നതും വളരെയധികം സന്തോഷകരമാണ്. അതുകൊണ്ട് നമ്മൾ ഒരു ട്രാവൽസ് തിരഞ്ഞെടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള അനുഭവ സമ്പത്തുള്ള ആളുകളുള്ള നേതൃത്വം നൽകുന്ന ട്രാവൽസുകൾ തിരഞ്ഞെടുക്കുക. അക്സ ട്രാവൽസ് അതിനൊരു നല്ലൊരു മാതൃകയാണ് എന്ന് ആണ് എനിക്ക് അനുഭവപ്പെട്ടത്. എല്ലാവർക്കും അതിൽ ആ ഒരു യാത്ര എനിക്കുണ്ടായ അതേ സന്തോഷം എല്ലാവരുമായി പങ്കുവയ്ക്കുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.